സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ 4 ഗഡു കഴിഞ്ഞ 3 മാസത്തിനിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ പെൻഷൻ വിതരണം തുടങ്ങും. ഈ ആഴ്ച, അടുത്ത ആഴ്ച അതിൻ്റെ വിതരണം തുടങ്ങും. സർ, അങ്ങനെ കഴിഞ്ഞ 3 മാസത്തിനകം 8,000 രൂപ ഓരോ വ്യക്തിക്കും, ഏകദേശം 60 ലക്ഷത്തിലധികം ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്, പരിപാടിയാണ്. അതിപ്പോൾ നടക്കുകയാണ്. സർ, ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് 18 മാസക്കാലത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നു UDFൻ്റെ കാലത്ത്. അത് പെൻഷൻകാർക്ക് ഏറ്റവും ഒടുവിലത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ അവഗണനയെ സംബന്ധിച്ചാണ് 18 മാസക്കാലത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നത്. പക്ഷേ സർ, ഈ 1ഉം 2ഉം പിണറായി സർക്കാരുകൾ വന്നതിന് ശേഷം 96 മാസം കൊണ്ട് ഇതിനകം വിതരണം ചെയ്തത് 109 മാസക്കാലത്തെ ക്ഷേമ പെൻഷനാണ്. സർ, ഇത് ചെയ്യുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ എന്താ നേരിടുന്നതെന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. സർ, ഇത് സംസ്ഥാന സർക്കാർ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന സമയത്ത് തന്നെ മറുവശത്തു കൂടി അതിശക്തമായ ആക്രമണം, കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ കാരണം സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സർ, ഇക്കാര്യത്തിനകത്ത് രാഷ്ട്രീയമായ എതിർചേരിയിലാണെങ്കിലും ഇക്കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് സംരക്ഷിക്കേണ്ടവരാണ് നമ്മളെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി എന്ത് സമീപനം എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ആത്മവിമർശനം നടത്തുന്നത് നന്നാവും പ്രതിപക്ഷം.